കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വനംവകുപ്പിന് കീഴിൽ കേരളത്തിന്റെ മലയോര വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. വനമേഖലയിൽ നിന്നുള്ള കുടുംബങ്ങളുടെ മാറ്റിപ്പാർപ്പിക്കലാണ് അതിൽ പ്രധാനം. വന്യജീവി ആക്രമണങ്ങളിൽ കേരളത്തിൽ ആളപായവും സ്വത്തുനാശവും നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള സമഗ്ര പദ്ധതികൾ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. വന്യമൃഗശല്യം തടയാനുള്ള സൗരോർജ്ജ വേലികൾ മുതൽ വനമേഖലയിലുള്ള കുടുംബങ്ങളുടെ മാറ്റിപ്പാർപ്പിക്കൽ വരെ അതിൽ ഉൾപ്പെടും. വനത്താൽ ചുറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് പുറത്തുപോകാൻ താല്പര്യമുള്ളവരെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റിടങ്ങളിലേക്ക് താമസം മാറ്റുകയാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 5 ഫോറസ്റ്റ് ഡിവിഷനുകളിലായി 21 സെറ്റിൽമെന്റുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ജനങ്ങളെ ബുദ്ധിമുട്ട് മാറുന്നതോടൊപ്പം വനം വകുപ്പിനും സംബന്ധിച്ചിടത്തോളം വലിയ മാനേജ്മെന്റ് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. സർക്കാരിന്റെ ഏറ്റവും മികച്ച പദ്ധതി തന്നെയാണ് ഈ റീബിൽഡ് കേരള ഉള്ളത്. വന്യജീവികളുടെ ആക്രമണങ്ങൾ നേരിട്ടവർ മറ്റിടങ്ങളിലേക്ക് സർക്കാർ സഹായത്തോടെ താമസം മാറിയപ്പോൾ ജീവിതം തന്നെ മാറിമറിഞ്ഞുവെന്ന് വയനാട് സ്വദേശിയായ റംല പറയുന്നു. വനം വകുപ്പ് ഏറ്റെടുത്തോണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇന്ന് നല്ല സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു. ലോട്ടറി അടിച്ച പോലെ സാറേ ഉള്ള 1984 മുതൽ വീടിന്റെ പരിസരത്ത് കാട്ടാനശല്യം നേരിട്ടിരുന്ന വയനാട് സ്വദേശി ഗ്രേസിക്കും കുടുംബത്തിനും പറയാനുള്ളതും അതുതന്നെ. ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകുന്ന പിന്നെ ഞങ്ങള് 4 മണിയാകുമ്പോഴത്തേനും പിള്ളേർ സ്കൂളിൽ വീട്ടിലെത്തും. 10 സെന്റ് ഉണ്ടായിരുന്ന തനിക്ക് 50 സെന്റ് സ്ഥലം വാങ്ങി മാറി താമസിക്കാൻ പോലും പദ്ധതി മൂലം കഴിഞ്ഞുവെന്ന് CRP കുന്നിൽ നിന്ന് മാറിയ ഗൃഹനാഥ. ഞങ്ങൾക്ക് 10 സെന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങൾ 50 സെന്റ് വാങ്ങി. ഇപ്പൊ കുറച്ച് വയ്യാണ്ടായാൽ കുറച്ച് ദിവസം പണിക്കൊക്കെ പോകാണ്ടിരുന്നാലും കുഴപ്പമില്ല, ആദായമുള്ളതുകൊണ്ട്. 10 ജില്ലകളിലെ 14 ഫോറസ്റ്റ് ഡിവിഷനുകളിലായി 41 സെറ്റിൽമെന്റുകൾ ഉൾപ്പെടുന്ന പദ്ധതിയുടെ DPRന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കിഫ്ബി അനുമതി നൽകി. 453 കുടുംബങ്ങളെ 67.95 കോടി രൂപ ചെലവിൽ മാറ്റിപ്പാർപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിൽ ഇതുവരെ 161 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അവർക്കൊരു ജീവിതമാർഗത്തിനുള്ള ട്രെയിനിങ് കൊടുത്തു. പിന്നെ അവർക്ക് മിഷനറീസ് കൊടുത്തു. ചിലവർക്ക് താല്പര്യം പശു ആടിനെയൊക്കെ വാങ്ങിച്ച് തരണമെന്നല്ലായിരുന്നു. അവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. ഈ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് 24.